വാർത്തകൾക്ക് മുൻപിൽ ഒടുവിൽ കീഴടങ്ങി കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മണിക്കൂർ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളിക്കത്തിയിരുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് ഒരു മറുപടി ലഭിച്ചിരിക്കുകയാണ്. രാജിയല്ലാതെ മറ്റൊന്നുമില്ല, രാജിയല്ലാതെ മറ്റൊന്നിനും തങ്ങൾ വഴങ്ങുകയില്ല എന്ന് വിദ്യാർത്ഥികൾ ഓരോ നിമിഷവും പറഞ്ഞിരുന്നു. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഈ വിദ്യാർത്ഥികളുടെ പാഠ്യ സമരത്തിന് മുന്നിൽ CJPക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും കുറച്ച് സമയം മുമ്പ് വരെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും. ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം നിർമ്മല സീതാരാമന് ലഭിക്കും. വകുപ്പ് മാത്രമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് മാറ്റിക്കൊടുക്കുക, ധർമ്മേന്ദ്ര പ്രധാൻ മാറ്റിക്കൊടുക്കുക എന്നുള്ള വിവരങ്ങളാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് സമയത്തിന് മുൻപ് വന്ന വാർത്ത അനുസരിച്ച് തന്റെ രാജി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് താൻ രാജിവെച്ച വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ CJPയും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവരും വിജയം കണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മുട്ടുകുത്തൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പലരും എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കീഴടങ്ങിയത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് സമയം മുൻപ് ഈ ഒരു തീരുമാനം വരുന്നതിന് മുൻപ് പുനഃസംഘടനാ തീരുമാനങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെ വിളിച്ച ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിരുന്നു ഈ സമരം അവസാനിക്കണമെങ്കിൽ വ്യക്തമായി 3 ആവശ്യങ്ങളാണ് കുട്ടികൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മോദിയെ കൊണ്ട് താൻ മാപ്പ് പറയിച്ചേ അടങ്ങൂ എന്ന നിലപാടാണ് അപ്പോഴും രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. പ്രധാനമന്ത്രി രാജ്യത്തെ അടച്ചുപൂട്ടുന്നു, പക്ഷേ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി രാജ്യ തലസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരു മീറ്റിംഗ് നടത്തിയത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ്. ജന്തർ മന്ദറിൽ നിരാഹാരമിരുന്ന വിദ്യാർത്ഥികളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റം നടക്കുകയില്ല, അത് അങ്ങനെ വിവരങ്ങൾ വരുന്നുണ്ട്, അത് അനുവദിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അഴിമതിക്കാരനായ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിന്റെ രാജി ഉറപ്പാക്കണം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം, നടപടി ഉറപ്പാക്കണം, മോദി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. എന്തായാലും വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമത്തിന് തങ്ങൾ മറുപടി പറയും, തങ്ങൾ അത് ക്ഷമിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും വിദ്യാർത്ഥികൾ വളരെ സന്തോഷമായ ഒരു അവസ്ഥയിലായിരുന്നു. ആ മീറ്റിംഗിന് ശേഷം പോസിറ്റീവായ കൂടിക്കാഴ്ചയായിരുന്നു. എന്ത് വന്നാലും ഒപ്പമുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തന്നെ അവർ ഉറച്ചു നിന്നിരുന്നു. വകുപ്പ് മാറ്റമല്ല, പുതിയ ഒരു ബില്ലിനും വിഷയം മയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടത്. എന്തായാലും ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി എന്താണ് കേന്ദ്രം എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്നുള്ളതിൽ ചർച്ച ബാക്കിയാണ്. അതിന്റെ തീരുമാനങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. 3:30 മണിക്ക് പാർട്ടികളുമായി ഈ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച, ഇന്ന് ഫൈനൽ ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ 3:30 മണിക്കുള്ള ചർച്ചയ്ക്ക് മുൻപ് ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. എന്തു വന്നാലും രാജി എന്ന ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇപ്പൊ വിദ്യാർത്ഥികളുടെ ആ ഒരു നിലപാടിൽ തന്നെ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരും. എന്തായാലും രാജ്യത്ത് ഇതിനെതിരായി പ്രതികരിച്ച എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ന്യൂസ് ഡെസ്ക് കർമ്മ.